ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പോ ബ്രഹ്മവ്രതം പോയി പണി നോക്കാൻ പറ. അല്ലേ അല്ലേ മാതാജി, അവിടത്തെ പുണ്യ ദർശനത്തിന് വേണ്ടി വന്നതാണല്ലോ. കയറി വന്ന കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി പോടാൻ പറ്റുന്നു. ക്ഷോഭിക്കാതെ സ്വാമിനി, ക്ഷോഭം സന്യാസികൾക്ക് ഭൂഷണമല്ല. എടാ, പണ്ട് നീ കളിച്ചതും ഞാനും നാട്ടുകാരും കൂവിയതുമായ ബാലയില് ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട. കലഹപ്രിയ ആകരുത് കശ്മലേ. അവിടുന്ന് ഒരു വ്രതം നടപ്പിലാക്കിയെന്ന് കേട്ടു. പത്നി പറഞ്ഞിരുന്നു. ഇത് പന്നിയൊന്നും അല്ലല്ലോ, നിന്റെ ഭാര്യയല്ലേ? പത്നി, ഭാര്യ. പിന്നെ ആ പിള്ളേരുടെ സന്താന ലബ്ധിക്ക് വേണ്ടി ഞാനൊരു തീർത്ഥാടനത്തിന് പോവുക, എല്ലാ ഹനുമാൻ ക്ഷേത്രത്തിലേക്കും. സന്തോഷം. അനുഗ്രഹിച്ചാൽ വാരിക്കോരി തരുന്ന സ്വാമികളാ ഹനുമാൻ സ്വാമി. ഭഗവാന് വൃത്തിശുദ്ധിയും നിർബന്ധം. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ അകലം പാലിക്കണം, വ്രതം അനുഷ്ഠിക്കണം, മത്സ്യമാംസാദികൾ വർജിക്കണം. വളരെ നല്ല കാര്യം. എന്റെ അമ്മയായ അവിടത്തിന് വേണ്ടി എനിക്ക് കുറച്ചു നാളത്തേക്ക് മാർക്കറ്റിലേക്ക് പോകേണ്ടി വരില്ലല്ലോ. വ്രതം കഴിയുന്നത് വരെ ഞാൻ പച്ചക്കറിയും പാലുവേ കഴിക്കൂ. എന്താടാ? എന്ത് നിനക്ക് പേ പിടിച്ചാ? ചില നായ്ക്കള് കാണിക്കുന്ന പോലെ എന്ത്? മനസ്സിലായില്ലേ കുട്ടി? മനസ്സിലായി കുട്ട. എന്താണ് ആര്യപുത്രി? ചിക്കൻ ഫ്രൈയുടെ മണം ദേവപുത്ര. ചിക്കൻ ഫ്രൈ, മന്തി പൊരിച്ചത്, ഈ വക വൃത്തികെട്ട പേരുകളൊന്നും ഇതിനകത്ത് ഉച്ചരിച്ചു പോവരുത്. അറിയാടാ? അമ്മ കഴിക്കില്ലെന്നറിയാം, പക്ഷേ ഇതിനകത്ത് ചിക്കൻ ഫ്രൈ ഉണ്ട്. ഒരു സന്യാസി അപമാനിക്കുന്നോ? അറിയാടാ? ഇതെന്താണ് പ്രിയേ? ഇത് ചിക്കനും പൊറോട്ടയും. ഇതെങ്ങനെ ഇതിനകത്ത് വന്നത്? എന്നെ നാണം കെടുത്താൻ വേണ്ടി അതോ അലവലാദികൾ കൊണ്ടുവച്ചതാണ്? കാക്ക കൊണ്ടിട്ടതായിരിക്കും. പിന്നെ പാതിരാത്രി കാക്ക പറക്കായി ഇത് കാക്കത്തുരുത്തല്ലേ? ഭഗവാൻ ആഞ്ജനേയന്റെ പേരും പറഞ്ഞ് കള്ളത്തരം കാണിക്കുന്ന തള്ളേ, ദൈവം ശപിച്ച് നിങ്ങളെ ഭസ്മമാക്കും. ഭൂലോക കള്ളിയായ തള്ള, ഭയങ്കരി. ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. എനിക്ക് ധ്യാനിക്കാനുള്ള സമയമായി. ഓം മാരുതേ നമഃ, ഓം ഹനുമാൻ സ്വാമികളെ നമ, ഓം മാരുതേ നമഃ. ശ്ലോകം കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ ബാക്കി കൂടെ കുത്തി കയറ്റിക്കോ. നീ വാടി ചിക്കൻ സ്വാമിനി. ലോകത്തൊരു മനുഷ്യനും ഒരു ജീവജാലങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും വരെ ഇതുപോലൊരു അമ്മയെ കൊടുക്കൽ എന്റെ ഭഗവാനേ, എന്റെ ദൈവങ്ങളെ. ഈ മാൻഡ്രേക്കിനെ ഇവിടുന്ന് വല്ലയിടത്ത് കൊണ്ട് കളയാനായി ഒരു മാർഗം പറഞ്ഞു തരണേ. എനിക്ക് അപ്പോഴേ ഇവരുടെ തരികിടയിൽ വലിയ സംശയം തോന്നിയതാ. ഇത് രാജുവിനിട്ടും ഋതികമോൾക്കിട്ടും കൊടുക്കുന്ന പണിയാ. അല്ലെങ്കിൽ ഉണക്ക അയലക്കറിയൊക്കെ എടുത്ത് പള്ളയിൽ കളയാൻ ഈ തള്ള പറയൂ. ഒന്നാമത് വയർ ആസിഡ് ഭരണിയാക്കുന്ന സാധനങ്ങളെ ഈ കിളവി കഴിക്കാറുള്ളൂ. ഉണക്കപ്പരവ, ഞണ്ട്, കൂന്തല്, മൃഗങ്ങളുടെയൊക്കെ കൊടല്, ലിവറ്. എന്റെ മനുഷ്യ, നിങ്ങളുടെ അച്ഛൻ ആ ഓട്ടം തുള്ളലുകാരൻ ഇവരെ എങ്ങനെ സഹിച്ചു? ആ പാവം കല്യാണ സൗകര്യം തുള്ളാൻ വന്നതാ. പിന്നെ അമ്മിണി സ്വയം വരെ തുള്ളാൻ തുടങ്ങി. ഒടുക്കം വീടിന്റെ ചുറ്റിനും തുള്ളേണ്ടി വന്നു. പാവത്തിന് എവര് കാരണം പ്രാന്തായി പ്രിയേ. ആ പിള്ളേര് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് ഇവര് വെച്ച വേലയാ. ഋതുമുള്ളത് വിശ്വസിച്ചോ? പേടി കൊണ്ട് വിശ്വസിച്ചു പോവുമല്ലോ. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചില്ലെങ്കിൽ രാജു മരിച്ചു പോവുമെന്നാ അവര് പറഞ്ഞത്. ആ കൂട്ടത്തില് നമുക്കിട്ടും വേല വെച്ചു. എല്ലാവരും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നാണല്ലോ അവര് പറഞ്ഞത്.
ഈ അവതാരത്തിന്റെ തലയിൽ ഇതിന് മാത്രം ബുദ്ധി എവിടെ നിന്ന് കിട്ടുന്നത്? ഇത് നല്ല ബുദ്ധിയൊന്നും അല്ലല്ലോ, കുരുട്ടു ബുദ്ധിയല്ലേ. ഇനി ഇവരെ നമുക്ക് സഹിക്കാൻ പറ്റില്ല ജയേട്ടാ. ഈ വയ്യാവിലി എടുത്ത് എങ്ങനെയെങ്കിലും പുറത്തു കളയണം. നീ ലക്ഷണമൊത്തൊരു മരുമകളാണ് പ്രിയ. ഒരു മരുമകളെന്ന് വെച്ച ഏതൊരു അമ്മായിയമ്മയും വിഴുകുന്ന രാജവെമ്പാലയാവണ്ടേ. നീയേ എന്തെങ്കിലും ഒരു വേല വെച്ച് അവരെ പുറത്ത് ചാടിക്കാൻ നോക്ക്. ഞാൻ രാധമ്മയുടെയും വേണുവിന്റെയും മകളാ. എനിക്കിത്തരം വൃത്തികെട്ടവരെ ഒന്നും മേരിക്കാനുള്ള പിടിപ്പൊന്നും ഇല്ല. എടി, ഈ രാജ്യത്തെ മരുമകൾ പാര എഡ്യൂക്കേഷൻ സെന്റർ വല്ലതുണ്ടോ? എന്തിനാ ചേട്ടാ? നിന്നെ അവിടെ കൊണ്ട് ചെന്നാക്കാനാ. നടപ്പുള്ള കാര്യം വല്ലതും പറ ജയേട്ടാ. ജയേട്ടാ, രാജുവിനെ വിളിച്ചൊന്ന് പറയാവോ? ഈ പൂജയും വ്രതമൊക്കെ ഇവരുടെ തട്ടിപ്പായിരുന്നെന്ന്. പറയാം. വെറുതെ അവരുടെ ലൈഫ് എന്തിനാ പാഴാക്കുന്നത്? ആ എന്താ അളിയ? എന്റെ പൊന്നളിയാ, ഒരു തട്ടിപ്പിന്റെ കാര്യം പറയാണ് ഞാൻ വിളിച്ചത്. തട്ടിപ്പോ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ അമ്മയില്ലേ കൊച്ചമ്മണി, അവര് നിങ്ങളെ കൊണ്ട് ബ്രഹ്മചര്യം വ്രതം ചെയ്യിപ്പിക്കാൻ നോക്കുന്നില്ലേ? ആ ഇതവരുടെ വേലയാളിയാ. ആരാ രാജു? ബ്രഹ്മചര്യവ്രതം അളിയന്റെ അമ്മയുടെ വേലയായിരുന്നു അല്ലേ? ആ അതെ അളിയാ. ഞാനിപ്പോ അവരുടെ കള്ളത്തരം മൊത്തം കണ്ടുപിടിച്ചു. പക്ഷേ നമുക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അളിയ, അവര് മുറിക്കകത്തിരുന്ന് രഹസ്യമായിട്ടേ ചിക്കനും പൊറോട്ട കഴിക്കുന്നു. അത് കൊള്ളാലോ അളിയ. ആ, ഞാൻ വിളിച്ചത് ഈ വ്രതമൊന്നും വേണ്ട, ലൈഫ് മുമ്പോട്ട് പോട്ടെ എന്ന് പറയാനാ. താങ്ക് യു അളിയ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് തട്ടിപ്പായിരിക്കുമെന്ന്. അപ്പോ ബ്രഹ്മവ്രതം പോയി പണി നോക്കാൻ പറ അല്ലേ?